എല്ലാ സൗഹൃദങ്ങൾക്കും നമസ്കാരം. ഞാൻ എംബ്രോയ്ഡറിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റിച്ചാണ് പരിചയപ്പെടുന്നത്, ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ റണ്ണിങ് സ്റ്റിച്ചിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യമുണ്ട് നമ്മുടെ ബാക്ക് സ്റ്റിച്ചിന് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ ലൂപ്പിൽ ഒരു സ്കെയിൽ കൊണ്ട് ഒരു അടയാളമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ സൂചി ഒരു സ്റ്റിച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് തുണിയുടെ മുകളിലേക്ക് എടുക്കുന്നത്. കണ്ട, ഒരു സ്റ്റിച്ച് വിട്ടിട്ട് എന്നിട്ട് വേണം ഈ സൂചി കൊണ്ട് ഈ സ്റ്റിച്ച് ബാക്കിലേക്ക് കൊടുത്തു. കണ്ടോ, ബാക്കിലേക്ക് കൊടുത്തു. അടുത്തത് തൊട്ട് ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ വേണം മുകളിലേക്ക് കുത്തിയെടുക്കുക. കണ്ടോ, ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. നമ്മൾ ഓരോ സ്റ്റിച്ചും പിന്നിലേക്ക് വേണം എടുക്കാൻ. ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ മുമ്പിലേക്ക് കുത്തിയെടുക്കുക സൂചി, എന്നിട്ട് തൊട്ട് പിന്നിലേക്ക് അത് കുത്തിയിറക്കുക. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഓരോ സ്റ്റിച്ചും ബാക്കിലേക്ക് വേണം അത് കുത്തിയെടുക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റിച്ച് ഇടാനുള്ള ഗ്യാപ്പ് മുമ്പിൽ കണ്ടിട്ട് വേണം നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാൻ. എപ്പോഴും കണ്ടോ, ഒരു സ്റ്റിച്ച് ഗ്യാപ്പ് കണ്ടിട്ട് വേണം മുമ്പിലേക്ക് കുത്തിയെടുക്കുക, എന്നിട്ട് തൊട്ട് പിന്നിലേക്ക് അത് കുത്തിയിറക്കുക. അങ്ങനെ ഓരോന്ന് കുത്തിയിറക്കുമ്പോൾ ഒരേ ഗ്യാപ്പ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗ്യാപ്പ് ശരിയായിട്ടില്ല എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, അടുത്തതിന് ശരിയാവുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അപ്പം തന്നെ സൂചി എടുക്കുക, സ്റ്റിച്ചിട്ടത് അഴിക്കുക, എന്നിട്ടത് വീണ്ടും സൂചി നൂലിലിട്ടിട്ട് വീണ്ടും തുന്നുക. അങ്ങനെ വേണം തുന്നി പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അത് ഒരിക്കലും ശരിയാവില്ല. അടുത്ത പ്രാവശ്യം വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ചുകൾ ശരിയാവുകയില്ല. അപ്പോൾ എന്താ വെച്ചാൽ തെറ്റുകൾ നമ്മൾ അപ്പോൾ ശരിയാക്കി പോവാം കേട്ടോ. സ്റ്റിച്ചുകളുടെ വലുപ്പം ഒരേ വലുപ്പമാവണം. തുടക്കത്തിൽ വേണമെങ്കിൽ അതിന് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ബാക്ക് സ്റ്റിച്ച് പൊതുവെ ബീഡ്സ് വർക്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെടികളുടെ തണ്ട്, അതുപോലെ മരങ്ങൾ, ഇതിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക ബാക്ക് സ്റ്റിച്ചായിരിക്കും. അത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫ്ലവറും ലീഫാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക് തന്നെ തുന്നുക, പക്ഷേ ലീഫിൻ്റെ മുനമ്പൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ട് കാണണേ, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്നും പറയുമ്പോൾ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് പറയണേ, ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കൊക്കെയാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അവസാനം ചെയ്യാമെന്ന് വിചാരിക്കാതെ ആദ്യം തന്നെ ലൈക്കൊക്കെ കൊടുക്കും കേട്ടോ. എന്തെങ്കിലും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇതിവിടെ സ്റ്റിച്ച് കഴിഞ്ഞു. എല്ലാ സ്റ്റിച്ചും ഏകദേശം ഒരേ വലുപ്പത്തിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഒരെണ്ണം മാത്രം ഒരു പൊടിക്ക് ചെരിഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെയാണ്. അതിൻ്റെ ബാക്ക് ഭാഗം എങ്ങനെയാണ് വരിക. ഇപ്പം ഞാൻ കെട്ടിട കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസൈനിലേക്ക് കിടക്കാം. സ്റ്റിച്ചുകൾ എല്ലാവരും ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അപ്പോൾ കമൻ്റായിട്ട് പറയൂ കേട്ടോ. ഇവിടെ ഞാൻ ഫ്രോക്കിൻ്റെ നെക്ക് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് അതുപോലെ ഇതേ ഡിസൈൻ തന്നെ കയ്യിലേക്ക് താഴത്തേക്ക് വരുന്ന ഭാഗം, താഴത്തേക്കുള്ള ഡിസൈൻ പോലെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വെറുതെ ഞാനൊരു ഇതുണ്ടല്ലോ, ഒരു സ്റ്റെമ്മൊക്കെ ആയിട്ട് വരച്ചിരിക്കുകയാണ്. സ്റ്റെമ്മൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ലീഫും ഫ്ലവറൊക്കെയാണ് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റെമ്മൊക്കെ നേരത്തെ ചെയ്ത് വെച്ചു. ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ലെയറായിട്ട് പിന്നെ ചെയ്ത് കുറച്ചും കൂടി ഒരു കട്ടി തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ട് 2 ലെയറായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലവർ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഡ്രോയിങ് ഒന്നും അറിയില്ല, നമുക്കറിയാലോ. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കൊച്ചു കുട്ടികളുടെ ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ ട്രേസ് എടുക്കുക കേട്ടോ. ട്രേസ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രേസ് പേപ്പറൊക്കെ വെച്ചിട്ട് ട്രേസ് എടുക്കുക. അത് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ യെല്ലോ ട്രേസ് പേപ്പറോ വൈറ്റ് ട്രേസ് പേപ്പറോ എടുത്ത് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി വരച്ച് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ കുറച്ച് റഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിലേക്ക് കിടക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ലീഫാണ്, അതുകൊണ്ട് ഞാൻ പച്ച നൂലെടുത്ത കേട്ടോ. ശ്രദ്ധിക്കുക, ലീഫിൻ്റെ പകുതി വരെ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെയാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തു, ബാക്കിലേക്ക് തന്നെ എടുത്തു. ബാക്കിലേക്ക് തന്നെ എടുത്തു. ഇനി അവിടെ നിന്നാണ് നമുക്കൊരു മാറ്റം വരിക.
ഇവിടുന്ന് ഇത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്തെ ലൈനിൽ ഒരു സ്റ്റിച്ച് ഗ്യാപ്പിൽ സൂചി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് തൊട്ട് മുമ്പിലേക്കായിട്ട് സൂചി കുത്തിയിറക്കുക. വീണ്ടും തൊട്ട് മുകളിലേക്ക് സൂചി കുത്തിയിറക്കുക. പിന്നെ ബാക്കിലേക്ക് ഇതാ കണ്ടോ, ഇതുപോലെ സൂചി മുകളിലേക്ക് തൊട്ട് മുകളിലേക്ക് എടുക്കുക. പിന്നെ ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇനി അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ലീഫോ അല്ലെങ്കിൽ ഫ്ലവറോ ചെയ്യേണ്ടി വരുമ്പോൾ ഫ്രെയിം തിരിച്ച് പിടിക്കുക. അതായത് ഈ ലൂപ്പ് തിരിച്ച് പിടിച്ചാലും മതി കേട്ടോ. ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നവർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നെക്സ്റ്റ് ലീഫ് ഞാൻ കാണിച്ചു തരാം. ഇതാ സാധാരണ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെ ചെയ്യാം. അതിൻ്റെ കൂർത്ത ഭാഗം വരെ ഇത് തന്നെ ചെയ്യാം. കഴിഞ്ഞു. ബാക്കിലേക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിക്കണേ. ലാസ്റ്റ് പോയിന്റിൽ ചെറിയ മാറ്റം വരുത്തുക. അപ്പോൾ ഇവിടെ വെച്ചുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ മറ്റേതില്ലേ ഞരമ്പ് വരയ്ക്കുക. ലീഫിൻ്റെ ഞരമ്പ് ഇടുക, സ്റ്റിച്ച് ഇടുക. എന്നിട്ട് വീണ്ടും അപ്പുറത്തെ ലൈൻ വീണ്ടും ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് എടുക്കുക. നോക്കിക്കോളൂ, താഴത്തേക്ക് വീണ്ടും ഞരമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ലൈൻ വീണ്ടും പഴയതുപോലെ തന്നെ താഴത്തുനിന്ന് മുകളിലേക്ക്, അതായത് ബാക്ക് സ്റ്റിച്ചായിട്ട് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെയാണ് ഈ ലീഫ്, ഇത് അങ്ങനെ കൂർത്ത ലീഫ് അതുപോലെ ഫ്ലവറൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ വേറെ ഒരു ഫ്ലവർ കൂടെ ചെയ്യുന്നുണ്ട്, റൗണ്ട് ഫ്ലവർ. അപ്പം ഈ ലീഫിനും പിന്നെ കൂർത്ത ഇതുള്ള ഫ്ലവറിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നം വരുള്ളൂ. റൗണ്ട് ഫ്ലവറിനൊന്നും അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം അതൊക്കെ റൗണ്ട് സ്റ്റിച്ച് ആകുമ്പോൾ എല്ലാം ഒരേപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കണ്ടോ ഒരേപോലെ വട്ടത്തിലല്ലേ. ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്ന ഈ റൗണ്ട് ഷേപ്പ് വിട്ടിട്ടേ നമ്മൾ കൂർത്ത ഭാഗങ്ങൾ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് മനസ്സിലായില്ലേ, എളുപ്പമല്ലേ? ഇത് വേറെയും ഡിസൈനുകളൊക്കെ ചെയ്ത് കൂടുതൽ ഡിസൈനുകൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഞാനിവിടെ ഇത് മുഴുവൻ ഡിസൈനൊന്നും ചെയ്യണില്ല, വീഡിയോ വല്ലാതെ ലെങ്ത്തായി പോകും. ഇനിയിപ്പോൾ ഒരു ഫ്ലവറും തുന്നാണ്ട് 1-2 ലീഫും കൂടി തുന്നാനുള്ളൂ. അതൊക്കെ തുന്നി കഴിഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ട് വീഡിയോ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഒരു മോഡൽ അല്ലെങ്കിൽ 2 മോഡലൊന്നും ചെയ്തുകൊണ്ട് ചിലപ്പോൾ വൃത്തിയായിട്ട് സ്റ്റിച്ച് ഇടാൻ പടിഞ്ഞൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും ഓരോരോ സ്റ്റിച്ചുകളായിട്ട് ചെയ്ത് പഠിക്കണേ. ഡിസൈൻ ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതാത് ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചുള്ള നൂല് പ്രത്യേകം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ ചെറിയ കോൺട്രാസ്റ്റും കേട്ടോ. അപ്പോഴാണ് ആ ഡ്രസ്സിന് ഭംഗി കൂടുതലുണ്ടാവുക. ഇത് 6 നൂല് തന്നെ ഇത് ചെയ്തിരിക്കണം കേട്ടോ. അതാണ് ഇത്തിരി കട്ടി തോന്നണത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 2 ഇട്ടോ ഒക്കെ ചെയ്ത് പഠിക്കാവുന്നതല്ലോ കേട്ടോ. അപ്പോൾ അത് എല്ലാതൊന്നും ഞാൻ അവിടെ കാണിക്കണില്ല. അപ്പോൾ ഒത്തിരി സമയം പിടിക്കില്ലേ. ബാക്കി ഫ്ലവറും കൂടി ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കാം കേട്ടോ. കെട്ടിടാനേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.